ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണത്തിന് നാളെ സമാപനം. വോട്ടെടുപ്പ് ജൂൺ 1-ന്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വിവിധയിടങ്ങളിൽ വെള്ളപ്പൊക്കവും നാശനഷ്ടവും. സംസ്ഥാനത്ത് അങ്കണവാടി പ്രവേശനോത്സവം നാളെ. ചെറുധാന്യങ്ങളിലൂടെ കുട്ടികളുടെ പോഷകമൂല്യം ഉറപ്പാക്കും. ആലപ്പുഴയിൽ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടി. കാറുടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങളായ രോഹൻ ബൊപ്പണ്ണയും യുഗി ഭാംബ്രിയും പുരുഷ ഡബിൾസ് ആദ്യ റൌണ്ടിൽ ഇന്ന് മത്സരിക്കും. വാർത്തകൾ വിശദമായി. 7ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. 57 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് ജൂൺ 1-നാണ് അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രമുഖ നേതാക്കൾ മണ്ഡലങ്ങളിൽ പര്യടനം തുടരുകയാണ്. പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ ഝാർഖണ്ഡിലെ ദുംകയിൽ പ്രചാരണത്തിനിറങ്ങും. പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കന്യാകുമാരിയിലെത്തും. തുടർന്ന് വിവേകാനന്ദ പാറയിൽ സന്ദർശനം നടത്തുന്ന അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്ന ധ്യാനമണ്ഡപത്തിലും സമയം ചെലവഴിക്കും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴ വലിയ തോതിൽ നാശം വിതച്ചു. നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്തിനു മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത 7 ദിവസം വ്യാപക മഴ തുടരും. കാലവർഷം വെള്ളിയാഴ്ചയോടെ കേരളത്തിൽ എത്തിച്ചേരാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ആലപ്പുഴയിൽ കനത്ത മഴയിൽ 100 കണക്കിന് വീടുകൾ വെള്ളത്തിലായി. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. കനത്ത മഴയിൽ ആലപ്പുഴ ജില്ലയിൽ വലിയ നാശമാണ് ഉണ്ടായിട്ടുള്ളത്. ജില്ലയിൽ ഇന്നലെ 2 വീട് പൂർണ്ണമായും 25 വീടുകൾക്ക് ഭാഗികമായും നാശമുണ്ടായി. ശക്തമായ കാറ്റിനെ തുടർന്ന് വൈക്കം തവണക്കടവ് ജങ്കാർ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. പമ്പ, മണിമല, അച്ചൻകോവിലാർ തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് ഉയർന്നു. ഇതോടെ പള്ളിപ്പാട്, വീയപുരം, ചെറുതന, കരുവാറ്റ, ചേപ്പാട് തുടങ്ങിയ വില്ലേജുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായി. ജില്ലയിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു. അമ്പലപ്പുഴ പുറക്കാട് 3-ഉം ആലപ്പുഴ പടിഞ്ഞാറ് വില്ലേജിലും ചേർത്തല പട്ടണക്കാട് വില്ലേജിലുമാണ് പുതുതായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയും അന്ധകാരനഴി സ്പിൽവേയും മുറിച്ചു. കടലിലേക്ക് ശക്തമായ നീരൊഴുക്കുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഇന്നും മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ജില്ലയിൽ കൂടുതൽ മഴ ലഭിച്ചത് മണ്ണീറ, മാലക്കര, തിരുവല്ല ഭാഗങ്ങളിലാണ്. അച്ചൻകോവിൽ നദിയുടെ പന്തളം പ്രദേശം, മണിമല നദിയിലെ വള്ളംകുളം എന്നീ ഭാഗങ്ങളിൽ അപകട നിലയ്ക്കും മുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിലും മലയോര മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ഉണ്ടായ ദുരിതം തുടരുന്നു. ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. ദുരന്തത്തിൽ ഒരാൾ മരിക്കുകയും ഒരാളെ കാണാതാവുകയും ചെയ്തു. വൈകിട്ട് വേമ്പനാട് കായലിൽ മീൻ പിടിക്കാൻ പോയ സദാനന്ദൻ വള്ളം മറിഞ്ഞ് മരിച്ചു. മുണ്ടക്കയത്ത് മണിമലയാറ്റിൽ തിലകൻ എന്നയാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ജില്ലയിൽ 16 വീടുകൾ ഭാഗികമായി തകർന്നു. 11 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മീനച്ചിലാറ്റിൽ ഇന്ന് ജലനിരപ്പ് താഴ്ന്നു. വെള്ളം കയറിയതിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനരാരംഭിച്ചു. എറണാകുളം ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിലുള്ളത്. കാക്കനാട് MA അബൂബക്കർ LPS സ്കൂളിലുള്ള ക്യാമ്പിൽ 25 പേരും കളമശ്ശേരി VHSS സ്കൂളിൽ 33 പേരുമാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ നടപടി. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയുടേതാണ് നടപടി. സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്ര സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. വാഹനം RTO പിടിച്ചെടുക്കുകയും കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു. യൂട്യൂബർ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുകയും വെള്ളം റോഡിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്തിരുന്നു. ഇത്തരം യാത്രകൾ അത്യന്തം അപകടകരമാണെന്ന് RTO പറഞ്ഞു.
ചെറുധാന്യങ്ങളിലൂടെ കുട്ടികളുടെ ആരോഗ്യ പോഷക മൂല്യങ്ങൾ ഉറപ്പിക്കുന്നതിലാണ് ഇക്കുറി അങ്കണവാടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നാളെ സംസ്ഥാനത്തെ അങ്കണവാടികളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി ആഘോഷിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. പോഷകസമ്പൂർണമായ പുതുതലമുറയെ സൃഷ്ടിക്കുക എന്നതാണ് സംയോജിത ശിശുവികസന സേവന പദ്ധതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടികളുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ചെറുധാന്യങ്ങളായ റാഗി, തിന, കമ്പം എന്നിവ കൊണ്ടുണ്ടാക്കിയ ലഡു, പായസം, കുറുക്ക് എന്നിവ കുട്ടികൾക്ക് കൃത്യമായ ഇടവേളയിൽ വിതരണം ചെയ്യും. ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും ലഭ്യമാക്കും. കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണവും നൽകി വരുന്നു. പ്രവേശനോത്സവം മികച്ച അനുഭവമാക്കാൻ കുട്ടികൾക്കായി കുട്ടിപ്പാട്ട്, പായസ വിതരണം, പേപ്പർ കൊണ്ടുള്ള കളിപ്പാട്ട വിതരണം തുടങ്ങി വിവിധ കലാപരിപാടികളും ഉണ്ടാകും. കാർഡ്ബോർഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ സെൽഫി ഫ്രെയിം കുട്ടികളെ പ്രവേശനോത്സവത്തിന് ഫോട്ടോ എടുപ്പിക്കുകയും ഫോട്ടോ ഫ്രെയിമിൽ അംഗൻവാടിയിലെ എന്റെ ആദ്യ ദിനമെന്ന മനോഹരമായ അക്ഷരങ്ങൾ അലങ്കരിച്ചുള്ള വിസ്മയമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇടുക്കി വട്ടവട ചിലന്തിയാർ ഗ്രാമത്തിൽ ചെന്നായി ഇറങ്ങി പ്രദേശവാസികളുടെ 24ഓളം ആടുകളെ കൊന്നു. ഏതാനും ദിവസങ്ങളായി വനമേഖലയിൽ നിന്നും ചെന്നായി കൂട്ടമിറങ്ങി പ്രദേശത്തെ വളർത്തുമൃഗങ്ങളെ കൊലപ്പെടുത്തുന്നത് പതിവാണ്. ഇതേ തുടർന്ന് പ്രദേശവാസികൾ ഭീതിയിലാണ്. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഏഷ്യൻ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 7 മെഡൽ, 1 സ്വർണവും 6 വെങ്കലവുമാണ് ഇന്ത്യ നേടിയത്. ശ്രീമന്ത് ഷാ, ലക്ഷ്മൺ സിംഗ് ഭണ്ഡാരി, സച്ചിൻ ഗോയൽ, IB ലോല്ലൻ എന്നിവരാണ് ഇന്ത്യയ്ക്കു വേണ്ടി മെഡൽ നേടിയ താരങ്ങൾ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങളായ രോഹൻ ബൊപ്പണ്ണയും യുഗി ഭാംബ്രിയും പുരുഷ ഡബിൾസ് ആദ്യ റൌണ്ടിൽ ഇന്ന് മത്സരത്തിനിറങ്ങും. ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൻ സഖ്യം ഫിൻലൻഡ് ഹംഗറി സഖ്യത്തെയാണ് നേരിടുന്നത്. യുഗി ഭാംബ്രി അൽബാനോ ഒലിവേറ്റി സഖ്യം റഷ്യ ഓസ്ട്രേലിയ സഖ്യത്തെയും നേരിടും. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി അംഗീകരിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി രജിസ്ട്രി. ജാമ്യ കാലാവധി കഴിഞ്ഞ് അടുത്ത മാസം 2-ാം തീയതി ജയിലിലേക്ക് മടങ്ങാനിരിക്കെയാണ് അരവിന്ദ് കെജ്രിവാൾ ഹർജി സമർപ്പിച്ചത്. ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമാധാന പാലകരുടെ ദിനമായ ഇന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സേനാംഗങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു. സംഘർഷബാധിത പ്രദേശങ്ങളിൽ സമാധാനവും സുരക്ഷയും നിലനിർത്താൻ സ്വയം അർപ്പിക്കുന്ന ധീരരുടെ സേവനങ്ങൾ ആദരവ് അർഹിക്കുന്നതാണെന്ന് പറഞ്ഞ ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ നൽകിയ കുറിപ്പിൽ അവർക്ക് അഭിവാദ്യവും അർപ്പിച്ചു. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 42 ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ അച്ചടിച്ചത്. 300 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. നറുക്കെടുപ്പിനോടനുബന്ധിച്ച് മൺസൂൺ ബമ്പറിന്റെ പ്രകാശനവും നടക്കും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര നാളെ വൈകിട്ട് കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രശസ്ത എഴുത്തുകാരനായ കാലടി ശ്രീശങ്കര സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ KS രവികുമാറാണ് പ്രഭാഷണം നടത്തുന്നത്. ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ 34ാം വാർഷികാഘോഷം ഇന്ന് നടക്കും. റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം ആകാശവാണി അങ്കണത്തിൽ വിവിധ കലാപരിപാടികളും സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പും കുടുംബ സംഗമവും ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർ വെപ്പും തിരുവോണം ആരാധനയും ഇന്ന് നടക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രിയോടെ ഇളനീർ സംഘങ്ങൾ മണത്തണ സങ്കേതത്തിലെത്തി. രാവിലെയോടെ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് ഇളനീർ കാവുകളുമായി സങ്കേതത്തിൽ നിന്ന് വ്രതക്കാർ യാത്ര തിരിച്ചു. നാളെ ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 503 പോയിന്റ് നഷ്ടത്തിൽ 74,667ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 137 പോയിന്റ് നഷ്ടത്തിൽ 22,751ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപ വർദ്ധിച്ച് 53,680 രൂപയായി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ആദ്യ അലോട്ട്മെന്റ് അടുത്ത മാസം 5-നും 2ാം അലോട്ട്മെന്റ് 12-നും 3ാം അലോട്ട്മെന്റ് 19-നും പ്രസിദ്ധീകരിക്കും. +1 ക്ലാസുകൾ 24-ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണത്തിന് നാളെ സമാപനം. വോട്ടെടുപ്പ് ജൂൺ 1-ന്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വിവിധയിടങ്ങളിൽ വെള്ളപ്പൊക്കവും നാശനഷ്ടവും. സംസ്ഥാനത്ത് അങ്കണവാടി പ്രവേശനോത്സവം നാളെ. ചെറുധാന്യങ്ങളിലൂടെ കുട്ടികളുടെ പോഷക മൂല്യം ഉറപ്പാക്കും. ആലപ്പുഴയിൽ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടി. കാറുടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങളായ രോഹൻ ബൊപ്പണ്ണയും യുഗി ഭാംബ്രിയും പുരുഷ ഡബിൾസ് ആദ്യ റൌണ്ടിൽ ഇന്ന് മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.